അസ്സലാമു അലൈക്കും. ഞാൻ കടവത്തൂരാണ്. എൻ്റെ പേര് ഇസ്മായിൽ. കടവത്തൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മുജാഹിദും സുന്നികളൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ മൺമറിഞ്ഞു പോയതും ഇപ്പോൾ ഉള്ള ഒരു സ്ഥലവുമാണ്. ഉസ്താദ് നന്നായിട്ട് അറിയാം. മുജാഹിദിനുള്ള ചില ചോദ്യങ്ങൾ നമ്മളെ വല്ലാണ്ട് കുടുക്കിക്കളയും. ഇന്നലെ മുജാഹിദിനെ കുറിച്ചു ഉസ്താദിന് ഇന്നത്തെ ഈ പരിപാടിയുടെ നോട്ടീസ് എല്ലാ സ്ഥലത്തും പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് പല സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചു, മദ്ഹബിന്റെ വിഷയം തന്നെയാണ്. അവർ മദ്ഹബ് വേണ്ട ഖുർആൻ സുന്നത്തും എന്നാണല്ലോ നിരന്തരം സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അനുയായികളാണല്ലോ കേരളത്തിലുള്ള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഭാര്യയെ തൊട്ടാൽ ഊഹ മുറിയുമെന്നും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മദ്ഹബ് പ്രകാരം ഊഹ മുറിയില്ല എന്നും ആണല്ലോ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് രണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളായിരുന്നോ? ഇതെങ്ങനെയാണ് മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഊഹ മുറിയുമില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു അസുഖം മറ്റോ ആയാൽ നമുക്ക് ഹിദ്മത്ത് ചെയ്തു തരാൻ നമ്മുടെ ഭാര്യമാരാണ് ഉണ്ടാവുക. പിന്നെ ഭാര്യമാർ എങ്ങനെ നമുക്ക് ഊതെടുത്ത് തരാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് അവർക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്ന് വിശദീകരിക്കാമോ? ചെറുങ്ങനെ പറയാം. ഇങ്ങനെ മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ നമ്മുടെ സമയം പറ്റില്ല. അപ്പോൾ ചോദിച്ച ഒരു സാധാരണ പതിവുള്ളായതുകൊണ്ട് ഞാൻ പറയാം. ഭാര്യയെ തൊട്ടാൽ ഒതുമുറിയുമോ ഒതുമുറിയില്ലേ എന്ന് മാത്രമായി ഒരു തർക്കം ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ഇല്ല. അന്യ സ്ത്രീകൾ, അതായത് കെട്ടുബന്ധം ഹറാമല്ലാത്ത സ്ത്രീകൾക്കാണ് ഇവിടെ അന്യ സ്ത്രീകൾ എന്ന് പറയാം. നമുക്ക് വിവാഹം എടുക്കാൻ പറ്റുന്ന സ്ത്രീകൾ, നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്ന ഏതു സ്ത്രീകളെ പുരുഷന്മാരുടെയും ശരീരത്തിന്റെ തൊലികൾ തമ്മിൽ സന്ധിച്ചാൽ അവരുടെ ഒതു മുറിയുമെന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ സന്ധിക്കൽ കേവലം തൊലിപ്പുറം സന്ധിക്കലല്ല, സംഭോഗം എന്ന പേരിൽ ഉപയോഗിക്കുന്ന സന്ധിക്കലാണ് എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം. രണ്ടു പേർക്കും തെളിവ് ഔ ലാമസ്തുമൂഹുന്ന എന്ന ആയത്തിലെ പ്രയോഗമാണ്. ഒന്നു മുറിയുന്ന കാരണങ്ങളും ഒന്നു നിർബന്ധമാകുന്ന കാരണങ്ങളും വിവരിക്കുന്നവരായതിന്റെ ഒരു കണ്ടാണ് ഔ ലാമസ്തുമൂഹുന്ന. ഇതിന്റെ ഒരു ഖിറാഅത്തിലുള്ളത് നിങ്ങൾ ഐ ലമസ്തും എന്ന് ഒരു ഖിറാഅത്തിലുണ്ട്. ഔ ലാമസ്തുമൂഹുന്ന. ലമസ പറഞ്ഞാൽ തൊട്ടു, ലാമസ എന്ന് പറഞ്ഞാൽ പരസ്പരം തൊട്ടു എന്നാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ തൊടുക എന്ന് പറയുന്നത് ചിലപ്പോ നല്ല തുടങ്ങെ കൊണ്ട് ചെറുങ്ങനെ ഉപയോഗിച്ചതായിട്ട് പറയാറുണ്ട്. ഞാനവിടെ തൊട്ടിച്ചെന്നില്ല എന്നൊക്കെ പറയുന്നത് സംഭോഗം ചെയ്തോ എന്ന അർത്ഥത്തിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയാനാവാറുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിന്റെ തൊലിപ്പുറങ്ങൾ തമ്മിൽ തട്ടുക, തൊടുക, സ്പർശിക്കുക എന്നതാവാനും സാധ്യതയുണ്ട്. ഈ ആയത്തിലെ പരാമർശം സംഭോഗത്തിന്റെ തുടരാണ് എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാണുന്നത്. മറ്റു ചിലരും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലമസ്തും എന്നുള്ള ഖിറാഅത്ത് കൂടി ഈ ആയത്തിലുള്ളത് കൊണ്ട് ഈ പ്രയോഗം തൊലി തമ്മിൽ തട്ടുക എന്നതിന്റെ അർത്ഥത്തിൽ സാധാരണ വാക്യമായി ഉപയോഗിക്കുന്നതായതുകൊണ്ട് തൊലിപ്പുറം തമ്മിൽ തട്ടുക എന്ന് മാത്രമേ ഈ പറഞ്ഞ വാക്യത്തിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നുകൂടിയും എന്നും കണ്ടു. ഇത് രണ്ടും പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. ഇതേ ആയത്തിനെ തന്നെ സമീപിച്ചതിൽ വ്യത്യാസമാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് ഭാര്യ അടക്കമുള്ള അന്യ സ്ത്രീകളിലെ പുരുഷന്മാരുടെ ശരീരം തമ്മിൽ തൊട്ടാൽ സ്പർശിച്ചാൽ ഒരു മുറിയുകയില്ല എന്ന് ഹനഫി മദ്ഹബിനെയും നമുക്ക് അനുകരിക്കാം. തൊട്ടാൽ ഒരു മുറിയും എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഷാഫി മദ്ഹബിനെയും അനുകരിക്കാം. പക്ഷെ ഷാഫി മദ്ഹബുകാരായി ജീവിക്കുന്ന നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനേകം വിഷയങ്ങളുണ്ടല്ലോ. പൊതു എടുത്തത് മുതൽക്ക് നിസ്കാരം കഴിയുന്നത് വരെയുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അപ്പൊ നമ്മൾ ഒരു നിസ്കാരത്തിൽ ഒതു മുറിയുകയില്ല എന്ന അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം അതിന്മേലെടുത്താൽ ഒതു എടുത്തെടുത്ത് ചിലപ്പോൾ കുഴപ്പം വരും. അവിടെ അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ വരും നമ്മുടെ നിസ്കാരം കിടക്കും. ഇങ്ങനെ വരാതിരിക്കാൻ ഷാഫികൾ ഷാഫി മദ്ഹബും ഹനഫികൾ ഹനഫി മദ്ഹബും അനുസരിച്ച് ജീവിച്ചു പോരുക എന്നതാണ് പിണക്കാത്ത മാർഗം, സാധാരണക്കാർക്ക് പറ്റുന്ന മാർഗം. ഇനി ഏതെങ്കിലും ദുഃഖടകളിൽ നിയമപരമായിട്ട് നിങ്ങൾ ചോദിച്ച തരത്തിലുള്ള വല്ല പ്രശ്നം, ഉദാഹരണമായി ഭാര്യയെ തൊടാതെ പറ്റില്ല, ഈ ഭാര്യനാകേണ്ട ഹജ്ജിന്റെ വേളയിൽ ചിലപ്പോൾ അന്യ സ്ത്രീകളുടെ ശരീരം തട്ടാതെ പ്രവാഹം നടത്താൻ പറ്റൂല, ഇങ്ങനെയൊക്കെ വരുന്ന ചില അനിവാര്യ വേളകളിൽ
ആ അനിവാര്യ വേളകളിൽ ചെയ്യാൻ പറ്റുന്ന വിധമുള്ള മസാലകൾ മുഴുവൻ ചോദിച്ച്, പ്രശ്നങ്ങൾ മുഴുവൻ ചോദിച്ച് നമ്മുടെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ആ വിഷയത്തിൽ മാത്രമായും ഹനഫി മദ്ഹബിനെ അംഗീകരിച്ചുകൊണ്ട് ചിലപ്പോൾ ജീവിക്കാൻ പറ്റും. കാരണം മറ്റ് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന ഉപായങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചു തരും. അതില്ലാതെ സാധാരണക്കാരൻ ചിലപ്പോൾ ഒന്ന് പഠിച്ച് ഒന്ന് കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ മറ്റൊരിടത്ത് ചിലപ്പോൾ എന്റെ നിസ്കാരം ബാധിനാവും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് നമ്മൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം പ്രമാണവുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ശരിയാണെങ്കിലും നമ്മുടെ ഷാഫി മദ്ഹബുകാർക്ക് ഇമാം ഷാഫിയുടെ വീക്ഷണമാണ് അനുയോജ്യമെന്നും അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും പറയുന്നത്. ഇത് രണ്ടും ഹദീസിന് വിരുദ്ധമല്ല, ആയത്തിന് വിരുദ്ധമല്ല. ആയത്തിന്റെ വാക്യം അർത്ഥം മനസ്സിലാക്കുന്നിടത്ത് വ്യത്യാസം കൊണ്ടും വീക്ഷണ വൈകാര്യം കൊണ്ടും വന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ദുരുദ്ദേശപരമായിട്ട് തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒതു മുറിയുകയുള്ളൂ, ശരുവത്തോടു കൂടെ തൊട്ടാലേ ഒതു മുറിയുകയുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. തൊട്ടാൽ തന്നെ തട്ടിയാൽ തന്നെ ഒതു മുറിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. സംഭോഗത്താൽ മാത്രമേ ഒതു മുറിയുകയുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. തൊടൽ കൊണ്ട് തന്നെ ഒതു മുറിയില്ല എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. ആ അഭിപ്രായ പ്രകാരം നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ളിടത്ത് പണ്ഡിതന്മാരുടെ ഉപദേശപ്രകാരം അനുകരിക്കാവുന്നതാണ്. അപ്പോൾ ഷാഫി മദ്ഹബിന്റെ വിശ്വസിക്കുന്ന ഞാൻ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വുദു എടുത്തു തരാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. ആ വിഷയം മാത്രം പോരാ, വുദു നിങ്ങൾ എടുക്കുന്നിടത്തും ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ വിവരമുള്ളവർ മൂല്യനെ സമീപിച്ചിട്ട് ചോദിക്കുക, ഞാൻ എന്തൊക്കെയാണ് അതിന് ചിട്ട പാലിക്കേണ്ടത്, ഇതനുസരിച്ച് ചെയ്യാൻ എനിക്ക് എന്തെല്ലാം ചിട്ടകൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് എന്റെ നിസ്കാരം സാധുവാകാൻ എന്തെല്ലാം ചിട്ടകൾ ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് വിവരമുള്ളവർ പണ്ഡിതനെ നിങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ആഗ്രഹിക്കാവുന്നതാണ്. ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. ഈ മദ്ഹബിനെ ഒഴിച്ചു നിർത്തി ഖുർആനും സുന്നത്തും എടുത്ത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആരും പോയി ഏത് അന്യ സ്ത്രീയും തൊടാൻ പറ്റുമോ? അത് പറ്റില്ല. വിവരമല്ലല്ലോ നമുക്ക്. അത് വളരെ തെറ്റല്ലേ? വിവരമില്ലാതെ നമ്മൾ കാണുന്ന ദുർവ്യാഖ്യാനമാവില്ലേ? അതിനാണ് കളിയെന്ന് പറയാം. നമ്മൾ വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ മദ്ഹബുകാരെ അംഗീകരിക്കുന്നത്. മനസ്സിലായല്ലോ? നാലിൽ ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നത് ഒരു മുസ്ലിമിന്റെ നിർബന്ധമാണ്. നാലിൽ ഒരു മദ്ഹബ് അംഗീകരിക്കൽ ഇക്കാലത്ത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങളുടെ മുഴുവൻ പാരമ്പര്യം അതായതുകൊണ്ട് തത്വത്തിൽ അത് ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മത്തിന്റെ ഇജ്മാഅാണ്. അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് നിർബന്ധമാണ്. ഒരു മുസ്ലിം നിർബന്ധമായി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചത് വ്യക്തമായും പഠിപ്പിച്ചതുമുണ്ട്, വ്യംഗ്യമായും പഠിപ്പിച്ചതുമുണ്ട്. നബി പഠിപ്പിച്ചതിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിലൂടെ മാത്രം തിരിയുന്നവർക്ക് മാത്രം തിരിയുന്നതുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിക്കാത്ത കാര്യമാണ് നാലിലൊരു മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ. കാരണം മനസ്സിലായി, ഇത് തഖ്ലീദ് ചെയ്യാത്ത ആളുകൾ പിയച്ചവരാണെന്നും മറ്റുള്ള ആളുകളെ പിയപ്പിക്കുന്നവരാണെന്നും അത്ര ഗൗരവമായ ഒരു വിഷയമാണ്. അപ്പൊ ഇത്ര ഗൗരവമായ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ? അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. നാലാലൊരു മദ്ഹബ് പിൻപറ്റി ജീവിക്കൽ നിർബന്ധമാണെന്നത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് വ്യക്തമായി പറയാത്തതല്ല, ഖണ്ഡിതമായ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട സത്യമാണത്. നാലാലൊരു മദ്ഹബ് പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്നത് ലോക മുസ്ലിമുകളുടെ ഉമ്മത്തിന്റെ ഇജ്മാഅ് ആയതുകൊണ്ട് ഉമ്മത്തിന്റെ ഇജ്മാഅ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്നത് ഖുർആൻ പഠിപ്പിച്ചു തന്നത് പ്രകാരമുള്ള ഇജ്മാഅായ തത്വമാണ്. മാത്രമല്ല, മൂമിനീങ്ങൾ ഇതുവരെ അനുകരിച്ചു പോരുന്ന മാർഗങ്ങൾ പിൻപറ്റാതെ ഒരാൾ ഇജ്മാഅ് പിൻപറ്റാതെ ജീവിച്ചാൽ നുവല്ലിഹി മാതവല്ല വനുസ്ലിഹി ജഹന്നമ, അവൻ നരകത്തിൽ കടക്കുന്ന തെറ്റാണ് ചെയ്തത്, വളരെ ഗൗരവതരമായ തെറ്റാണത് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇജ്മാഅായ കാര്യമാണ്, മദ്ഹബിലെ നിർബന്ധമല്ല ഈ പറയുന്നത്. മദ്ഹബിലെ നിർബന്ധത്തെ പറ്റിയാണ് അനിഷേധ്യമായ വ്യക്തമായ പ്രമാണങ്ങളിൽ നിന്ന് കിട്ടാത്തതാണ് നിർദ്ധാരണം ചെയ്തെടുത്ത ഇജ്തിഹാദിയായ വിധികളിൽ എന്നിവിടെ സംസാരിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലിലൊരു മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന മാതിരി തന്നെ ഉത്തരം നൽകൂല.
നിങ്ങൾ ചോദിക്കണ വായിൽ തന്നെ ഉത്തരം നൽകാം. അങ്ങനെയാണെങ്കിൽ പറയും, ഇങ്ങനെയാണെങ്കിൽ പറയും എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം 300 നൂറ്റാണ്ടുകൾ 300 ആയതിന്റെ ശേഷം മുഅ്മിനീങ്ങളൊക്കെ വരുന്ന വഴിയിലൂടെ അനുകരിച്ച് ജീവിക്കൽ മുസ്ലിമീങ്ങളുടെ ബാധ്യതയും നിർബന്ധവുമാണെന്ന് അള്ളാഹു വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിന്റെ ഇജ്മാ ആവുന്നു. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളുമുണ്ട്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളുമുണ്ട്, ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അവയിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത ചില ഇല്ലത്തുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതും ഒക്കെ ഫിഖ്ഹിലുണ്ട്. മദ്ഹബ് നാലാണെന്ന് അംഗീകരിക്കുക എന്നത് ഒരു ഫിഖ്ഹിയായ വിഷയമല്ല, കർമ്മശാസ്ത്ര വിഷയമല്ല. അത് വിശ്വാസപരമായി തന്നെ നിർബന്ധമാണെന്ന് മനസ്സിലാക്കേണ്ട ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണെന്നാണ് നമ്മളിവിടെ സംസാരിച്ചത്. പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഉറപ്പിച്ച് പറയുക, എന്നിട്ട് തെളിവ് പറയുക. അത് പറയില്ല. കാരണം വഹീന്റെ അടിസ്ഥാനത്തിൽ ലോകാവസാനം വരെയുള്ള സംഗതികളിൽ നടക്കാൻ പോകുന്ന ഗൗരവമേറിയ വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര ഗൗരവമേറിയ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ പിഴച്ചു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താതെ പോയി എന്നാണോ നിങ്ങളുടെ വാദം? നബി പറഞ്ഞത് മാത്രമല്ല സുഹൃത്തെ ഇസ്ലാമിക പ്രമാണം. നബി പറയാതെ അള്ളാഹു പറഞ്ഞ കാര്യം ഇസ്ലാമിക പ്രമാണമാണ്. നബിയും അള്ളാഹുവും പറഞ്ഞതായി ഇമാമുകൾ മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൂടി വിധിയെഴുതിയ ഇജ്മാഉള്ള കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രമാണമാണ്. അതൊക്കെ ഇസ്ലാമിന്റെ പ്രമാണമാണ്. അവരിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇമാമിയങ്ങൾ പറഞ്ഞതാണ് നമ്മളിവിടെ പറയുന്ന മദ്ഹബ്. ഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കൽ എല്ലാ മുസ്ലിമീങ്ങളുടെയും നടപടിയായിട്ട് ഇജ്മാ ആയതുകൊണ്ട് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യത്തിന് പിന്നെ നബിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ വിചാരിച്ചത് എല്ലാ കാര്യവും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും 3 കൊണ്ട് സ്ഥിരപ്പെടണമെന്ന അങ്ങനെ ഇസ്ലാമിലില്ല. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള തത്വമാണ് നാലാളുകൾ മദ്ഹബ് അംഗീകരിക്കണമെന്നത്. അതിന് നബിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടോ എന്നുള്ള പോയിന്റിൽ എന്നെ കൊണ്ടുവന്ന് നടച്ചിട്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള മറുപടി പറയാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുകയാണോ? പറ്റില്ല. ാണ് ആദ്യമായി ഖുർആൻ വിശദീകരിക്കുന്നത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി ഖുർആൻ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ആയത്തിന് നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ നാലാളും മദ്ഹബിന്റെ ഇമാമുകൾ വരും, നാലാളും മദ്ഹബ് തഖ്ലീദ് ചെയ്യണം, ഏതെങ്കിലും ഒരു ആയത്തിന് പറഞ്ഞിട്ടുണ്ടാവും? ഇജ്മാ എന്ന് പറയുന്നത് നബി വഫാത്തായതിനു ശേഷം ഉണ്ടാകുന്ന പ്രമാണമാണ് സുഹൃത്തെ. അത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രമാണമാണ്. ആ പ്രമാണത്തിൽ മുഅ്മിനീങ്ങളുടെ മാർഗം പിൻപറ്റി തന്നെ ജീവിക്കൽ നിർബന്ധമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് നബിന്റെ ഹദീസിൽ കിട്ടണ്ട. നബിന്റെ ഹദീസ് ഇല്ലാതെ തന്നെ അത് വ്യക്തമായി കിട്ടുന്ന ബാഹ്യമായ അർത്ഥമാണ്. ഈ അർത്ഥപ്രകാരം മുസ്ലിം ലോകം മനസ്സിലാക്കിയിട്ട് അവർ 3 നൂറ്റാണ്ട് മുതൽ 10 ചില്ലാനും നൂറ്റാണ്ട് ഈ സമൂഹം നിലനിന്ന് വരുന്നു എന്നതുകൊണ്ട് തന്നെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് നാലാളുകൾ മദ്ഹബ് അംഗീകരിക്കണമെന്നത്. ഇസ്ലാമിലെ എല്ലാ വിധികളും നബിയുടെ മൊഴി കൊണ്ട് മാത്രം സ്ഥിരപ്പെട്ടതാണെന്ന് ധരിക്കുന്നതാണ് പിഴവ്. അതാണ് തെറ്റ്. ആ പിഴവ് ഇതിൽ വരില്ല. ഒരു മദ്ഹബ് അംഗീകരിക്കണമെന്ന് ഏത് വർഷം മുതലാണ് ഇജ്മാ ഉണ്ടായത്? 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മരണശേഷം 400 വർഷത്തോളം കഴിഞ്ഞാണ് ഇമാം നവവി ജനിക്കുന്നത് തന്നെ. നവവി ഇമാമും ഷാഫി ഇമാമിന്റെ ഇജ്മാ ഉണ്ടെങ്കിൽ ഷാഫി ഇമാമിന്റെ 20ഓളം അഭിപ്രായങ്ങൾ ഷാഫി മദ്ഹബിന്റെ ഇമാമിന്റെ പുതിയ അഭിപ്രായങ്ങൾ തിരുത്തിക്കൊണ്ട് പഴയ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇജ്മാ ഉണ്ടെങ്കിൽ? അതൊക്കെ ഇജ്മാനോട് പറഞ്ഞിട്ടുള്ള സുഹൃത്തെ. നാലാളൊരു മദ്ഹബ് പിൻപറ്റിക്കൊണ്ട് ജീവിക്കൽ 3-ാം നൂറ്റാണ്ട് മുതൽക്ക് ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങളുടെ പരമ്പരയാണ്. നാലാളൊരു മദ്ഹബിലല്ലാത്ത ഒരൊറ്റ ഇമാമിനെ അംഗീകൃത ഇമാമെന്ന സുഹൃത്തിന് അറിയില്ലോ പറയാന്. ഞാനിവിടെ പറഞ്ഞു 6 സിഹാബ് സുന്നത്തിന്റെ കർത്താക്കളടക്കം നാലാളൊരു മദ്ഹബ് അംഗീകരിച്ചവരാണ് എന്നത്. നബിമാമും റാഫിമാമും വരുന്നത് ഹിജ്റ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടുകളിലാണ്. അതിന് മുമ്പ് ഇജ്മാ ആയിട്ടുണ്ട് അവര് തന്നെ പറയുന്നു. ഇമാം നബിയും ഇമാം ഇബ്നു സ്വലാഹും പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിച്ചു. 300 കൊല്ലത്തിലപ്പുറമായി മുജ്തഹിദ് മുസ്തഖില്ലായ ഗവേഷകൻ ഇല്ലാതായിട്ട് ഇല്ലാത്തവരൊക്കെ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചു പോരുകയാണെന്നും അവർ വെളിവാക്കുന്നു. നാല് ഇമാമുകൾക്ക് ശേഷം ഇവിടെ ഒരു മുസ്തഹിദ് ഉണ്ടായിട്ടില്ലെന്നും ബാക്കി എല്ലാ മുസ്ലിമീങ്ങളും ഈ 4 ഇമാമിയങ്ങളെ പിൻപറ്റി പോരുകയാണ് വഴക്കമെന്നതും ഇജ്മാ ആണ് വിവരിച്ചതിൽ നബിയുടെ മുമ്പുള്ളവരുമുണ്ട്, നബിയുടെ ശേഷമുള്ളവരുണ്ട്. നബി ഇമാം മുതൽക്കല്ല 4 മദ്ഹബ് ഉണ്ടാവുന്നത്. നേരെ മറിച്ച് ഷാഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അവരുടെ മദ്ഹബിൽ ഇമാം ഷാഫിയുടെ ജദീദായ കൗലിന്
കടീയമായിട്ട് ചില വിധികളുണ്ട്. അത് കടീയമായ ഓരോ ഇമാം ഷാഫിയുടെ തന്നെ മറ്റു പ്രസ്താവനകളോ വെച്ചിട്ടാണ് ഇമാം നബവി വിശദീകരിച്ചു തരുന്നത്. അത് മദ്ഹബിനെ വിശദീകരിച്ചു തരുന്ന രീതിയാണ്. മദ്ഹബിന്റെ അപ്പുറം വിട്ടു പോകുന്നതാണ് ഇവിടുത്തെ ചർച്ച. 4 മദ്ഹബിന്റെയും അപ്പുറം വിട്ടു പോകുന്നത്. നവവി ഇമാം ഷാഫി മദ്ഹബല്ലേ ആണെങ്കിൽ നവവി ഇമാം പൂർണ്ണമായി ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യേണ്ടതല്ലേ? ഷാഫി ഇമാമിന്റെ തഖ്ലീദല്ല, ഷാഫി ഇമാമിന്റെ മദ്ഹബിന്റെ തഖ്ലീദ് തന്നെയാണ്. മദ്ഹബും ഷാഫി ഇമാമും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, വ്യത്യാസമുണ്ട്. എന്നാൽ 1ാം സ്ഥാനം ഷാഫി ഇമാമിനല്ലേ കൊടുക്കേണ്ടത്? ഒന്നില്ല, 1ഉം 2ഉം ഇല്ല. മദ്ഹബിനെയാണ് ഞങ്ങളൊക്കെ തഖ്ലീദ് ചെയ്ത്. ഇമാം നബവിയും മദ്ഹബിലാണുള്ളത്. 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ നിങ്ങൾ കൽപ്പിക്കുന്നതാണ്. ഷാഫി മദ്ഹബില് ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിന് എതിരായി പറഞ്ഞാൽ ആ അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല. ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിന് തീർത്തും എതിരായിട്ടുള്ള ഒന്ന് ഷാഫി മദ്ഹബിൽ ഇല്ലേ ഇല്ല. ഷാഫി ഇമാമിന്റെ 20ഓളം അഭിപ്രായങ്ങൾ 600, 300, 400 വർഷത്തിന് ശേഷമാണ് ഇമാം നവവി ഇമാം ഷാഫി ഇമാമും മരണപ്പെടുമ്പോ ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി ജനങ്ങളോട് പറയുകയോ അതെന്നെ പ്രവർത്തിക്കാൻ പറയുകയും അതെന്നെ പ്രവർത്തിക്കുകയും ഇതാണ് ശരിയെന്ന് വിശ്വസിച്ച് മരണപ്പെട്ടുപോയ ഷാഫി ഇമാമിന്റെ 400 വർഷം കഴിഞ്ഞിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഈ 20ഓളം അഭിപ്രായങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അത് ഇജുമാഇനെതിരല്ലേ? നിങ്ങളവിടെ മനസ്സിലാക്കിയത് കഴിച്ചു സുഹൃത്തെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജദീദായ ഖൗലിനെതിരായി ഇമാം ഷാഫിയുടെ തന്നെ മറ്റൊരു ജദീദായ ഖൗലോ അല്ലെങ്കിൽ ഖദീമായ ഖൗലോ അനുകരിച്ചിട്ട് ബലപ്പെടുത്തുന്ന പണിയും അതിനെ ദലീൽ കൊണ്ട് സമർപ്പിക്കുന്ന ജോലിയും മാത്രമേ നബവി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളൂ. ഇമാം ഷാഫിയെ പൂർണ്ണമായും തിരുത്തിയിട്ട് ഇമാം ഷാഫിയുടെ ഖൗല് തള്ളിയ ഒരൊറ്റ വിധി നമ്മുടെ ഷാഫി മദ്ഹബിൽ ഇല്ലേ ഇല്ല സുഹൃത്തെ. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് കഴിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം ഇറാഖിൽ വെച്ച് പഠനം നടത്തുന്ന കാലത്ത് ഒരു അഭിപ്രായം പറയുകയും അതിനുശേഷം ഈജിപ്തിൽ വെച്ച് പഠനം നടത്തുന്ന കാലത്ത് അതിനെതിരായിക്കൊണ്ട് തന്നെ അഭിപ്രായം പറയുകയും ചെയ്തിട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഷാഫി ഇമാം വഫാത്ത് മരണപ്പെട്ടു പോയതിനു ശേഷം 400 വർഷം കഴിഞ്ഞിട്ടാണ് നവവി ഇമാം ജനിക്കുന്നത്. ആ നവവി ഇമാമാണ് 20ഓളം അഭിപ്രായങ്ങൾ ഷാഫി ഇമാമിന്റെ പഴയ അഭിപ്രായമാണ് ശരിയെന്ന് പറഞ്ഞത്. ഷാഫി ഇമാം മരിക്കുമ്പോൾ ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കിയതാണ്. അത് തന്നെയാണ് ജനങ്ങൾ പ്രബോധനം ചെയ്തത്. എന്നിട്ട് 20ഓളം അഭിപ്രായങ്ങൾ ഷാഫി ഇമാമിന്റെ പഴയ ഇറാഖിൽ വെച്ച് നടത്തിയ അഭിപ്രായം പഠനം നടത്തിയപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെയാണ് ഹദീസിന്റെ അടിസ്ഥാനത്തെ സുഹൃത്ത് പ്രസംഗിക്കാൻ പറ്റില്ല. സുഹൃത്തിന് എന്താ ചോദ്യത്തിന്റെ പോയിന്റെങ്കിൽ ആ ചോദിക്കാനുള്ളത് ചോദ്യമായിട്ട് മാത്രം പറയണം. നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി ഞങ്ങൾ മൈക്ക് എന്നാലും നമ്മുടെ ചെലവിൽ നിങ്ങൾ പ്രബോധനം നടത്തണം. അതല്ലേ ഇത് ഈ വേദി. ഈ വേദി ചോദിച്ചിട്ട് അതിന് ഉത്തരം നൽകുന്ന വേദിയാണ്. പ്രസംഗിക്കാതെ താങ്കളുടെ ചോദ്യം എന്താണെങ്കിൽ അത് ചോദിക്കുക, അതിന് ഉത്തരം കൃത്യമായി നൽകും. നിങ്ങളിങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന വ്യവസ്ഥ ഉണ്ട്. ഞങ്ങളുടെ വ്യവസ്ഥ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത് സംഘടിപ്പിച്ചവരുടെ വ്യവസ്ഥ ഈ സംഘടിപ്പിച്ചവരാണ് തീരുമാനിക്കാം. സാഹിത്യത്തിൽ ചോദിക്കാനുള്ളത് സുഹൃത്ത് ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. നേർക്ക് നേരെ വർത്താനം പറഞ്ഞ് സംവാദമല്ല ഇത്. ഇത് നേർക്കുനേർ പരിപാടിയിലെ വിഷയാവതരണത്തിന് ശേഷമുള്ള സംശയ നിവാരണത്തിന്റെ വേദിയാണ്. സംശയമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. സംവാദത്തിന്റെ ശൈലിയിൽ തർക്കിക്കാനാണെങ്കിൽ അതിന് നിങ്ങളല്ല, നിങ്ങളെക്കാൾ ഉയർന്ന വലിയ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് വ്യവസ്ഥാപിതമായി സംവദിക്കാനാണെങ്കിൽ IDF എന്നും തയ്യാറാണെന്ന് വേദി ഒരുക്കാൻ ഞങ്ങളെന്നും ഒരുക്കമാണെന്ന് ഞങ്ങൾ ഇവിടെ ഈ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംസാരിക്കുമ്പോൾ അവിടെ തുറന്നു കിട്ടില്ല. നിങ്ങൾ പരിശ്രമിക്കേണ്ട വെറുതെയാണത്. അതിന്റെ സംഘാടകരുടെ വേദിയില്ലേ. ഇവിടെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണത്തിന് മാത്രമുള്ളതാണ്, തർക്കിക്കാനുള്ള വേദിയല്ല. സംശയമുള്ളത് മാത്രം ചോദിക്കുക, പ്രസംഗിക്കരുത്. ഇപ്പൊ ഈ പറഞ്ഞ സംവാദത്തിന് ക്ഷണിച്ചല്ലോ, ഞങ്ങളും തയ്യാറായി. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗം. താങ്കൾ ആരാണ്? നിങ്ങൾ പറയുന്നത് ഇറമൂന്ന് പറയുന്നല്ലോ. താങ്കൾ ആരാണ്? തമാശയിലെ ഇറമൂന്ന് പറയുന്നത് അതിനൊരു അനുഭവിയാന്ന് ഓടിക്കും. അല്ല, താങ്കൾ ആരാണെന്ന് പറയാൻ, അല്ല തയ്യാറാണെന്ന് പറയാൻ താങ്കൾ അധികാരമാണോ? അധികാരം എടുത്തിട്ട് പറയുന്നത് ഓടിക്കും. എങ്ങനെ? അധികാരം ഉള്ള ആളുകളോട് സമ്മതം ചോദിച്ചിട്ട് പറയുന്നത് അതോടെ പറയാൻ പറ്റില്ല. അധികാരമുള്ള ആളുടെ രേഖാമൂലമുള്ള അറിയിപ്പ് അല്ലെങ്കിൽ അധികാരമുള്ള ആള് ആ അധികാരത്തിന് പറഞ്ഞിട്ടോ പറഞ്ഞാൽ ഇവിടെ സ്വീകരിക്കും. നിങ്ങൾ അധികാരമുള്ള ആള് ജമിയത്തുൽ ഉലമയുടെ കത്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ജമിയത്തുൽ ഉലമ കത്ത് തരേണ്ട. ഇവിടെ ഉള്ളത് IDF നിങ്ങൾക്ക് ഞങ്ങൾ പരസ്യമായ സ്റ്റേജിൽ വെച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഒറ്റ ചെറിയ കത്തിന്റെ ഒരു ചെറിയ കാര്യം മാത്രമേ അവിടെ അവശേഷിക്കുള്ളൂ. ചാൻസ് നിങ്ങളുടെ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു മുജാഹിദ് വിഭാഗം, ഏത് വിഭാഗമായാലും ഞങ്ങൾക്ക് കൊള്ളാം. ഔദ്യോഗികമോ വിഘടിതോ വിമതോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട
യൂണിറ്റോ അവരുടെ മേൽഘടകമോ ഒരെഴുത്ത് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു തന്നാൽ പകരം IDF തരും. അല്ലാതെ ഈ ഔദ്യോഗികമായി പരസ്യമായിട്ട് പറയുന്നതിന്റെ അപ്പുറം പിന്നെ എന്തിനാ നിങ്ങൾക്ക് വേറെ എഴുത്ത്? ഇവിടെ ഞങ്ങളുടെ എഴുത്തേക്ക് തുടങ്ങാം. ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും വ്യക്തമായി ഇവിടെ വെച്ച് വെല്ലുവിളിച്ചാൽ ഈ വെല്ലുവിളിക്കനുസരിച്ചിട്ട് തയ്യാറാണെന്നുള്ളവർ ഔദ്യോഗികമായിട്ട് അറിയിക്കണം. താങ്കൾ ഒരു വിവാദത്തിന്റെ അല്ലെങ്കിൽ നടക്കുന്ന പരിപാടിയുടെ സദസ്സിൽ വന്നിട്ട് സംശയം ചോദിക്കുന്ന വേദിയായി ഉപയോഗപ്പെടുത്തിയിട്ട് സംവാദം നടത്താൻ വന്നാൽ എങ്ങനെ? നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കണം. നിങ്ങൾ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളാണെന്ന് വ്യക്തമാക്കണം. എന്നാൽ നമുക്ക് സംവാദത്തെ പറ്റി സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ മൈക്ക് നിങ്ങൾക്ക് അനുവദിക്കുന്നത് സംശയം ചോദിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് സംശയം ചോദിക്കുക, ബാക്കി ഒന്നും ഇല്ലത്. ശേഷം രേഖാമൂലം സംസാരിക്കുക സംവാദത്തെ പറ്റി. ഷാഫി ഇമാമിന്റെ 20ഓളം അഭിപ്രായങ്ങൾ ഇമാമിന് നിങ്ങൾ പറഞ്ഞത് ഹിജ്റ 300-ൽ ഇജ്മാ ഉണ്ടെന്ന ഷാഫി ഇമാം ഏതെങ്കിലും ഒരു മദ്ഹബിനെ അംഗീകരിക്കൽ. ഷാഫി മദ്ഹബാണ് നൗബി ഇമാം അംഗീകരിക്കുന്നത് നിങ്ങൾ പറയുന്നു. ഷാഫി ഇമാമിന്റെ 20ഓളം അഭിപ്രായങ്ങൾ തിരുത്താൻ നൗബി ഇമാമിന് അധികാരമുണ്ടോ ഇജ്മാ ഉണ്ടെങ്കിൽ? ഷാഫിഈ മദ്ഹബിൽ 20ഓളം അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇമാമിന്റെ ജദീദായ ഖൗലിനെതിരെ ഇമാമിന്റെ ജദീദായ ഖൗലിന്റെ ഉപദേശം കേട്ട് അതടിസ്ഥാനത്തിൽ തിരുത്തി എഴുതിയ മദ്ഹബാണ് ഞങ്ങളുടെ ഷാഫിഈ മദ്ഹബ്. ഈ മദ്ഹബിനെ പിൻപറ്റൽ ഖുർആൻ സുന്നത്തിന് വിരുദ്ധമല്ല എന്നതാണ് ഇവിടുത്തെ പ്രമേയത്തിന്റെ വിഷയം. ഈ മദ്ഹബിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പൂർണ്ണമായി തിരുത്തുന്ന നടപടി ഇമാം നബവി റളിയല്ലാഹു അൻഹു നടത്തിയിട്ടില്ല. അത് താങ്കൾക്ക് തെളിയിക്കാനും കഴിയില്ല, വേറെ ഒരു മുജാഹിദ് ആൾക്കാർക്കും തെളിയിക്കാൻ കഴിയില്ല. ഇവിടെ തെളിയിക്കേണ്ട സമയമല്ലല്ലോ, അതുകൊണ്ട് നമ്മളങ്ങനെ പറയാം. ഇവിടെ സംസാരിക്കുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജദീദായ ഖൗലും ഖദീമായ ഖൗലും രണ്ട് ഖൗലുകൾ താങ്കൾ മനസ്സിലാക്കിയതിൽ ജദീദായ ഖൗല് ഖദീമായ ഖൗല് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഖദീമായ ഖൗല് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റു ചില പ്രസ്താവനകൾ നോക്കിക്കൊണ്ട് ബലപ്പെടുത്തുന്ന വഴി മാത്രമാണ് തർജീഹിന്റെ മുൻതേജുകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇത് ഷാഫിഈ മദ്ഹബിൽ അംഗീകൃതമായ രീതിയാണ്. അതിന് അധികാരമുള്ളവർക്കാണ് ഷാഫിഈ മദ്ഹബിൽ തർജീഹിന്റെ മുൻതേജുകൾ എന്ന് പറയുക. ഇങ്ങനെയുള്ളവരെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതിനാണ് ഞങ്ങൾ ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നതോ. നിങ്ങൾ തെറ്റിദ്ധരിച്ച പോലെ ഇമാം ഷാഫിഈ വഫാത്തായി 400 കൊല്ലം കഴിഞ്ഞിട്ട് ഇമാം ഷാഫിഈയുടെ എല്ലാ ഖൗലുകൾക്കും പ്രസ്താവനകൾക്കും വിരുദ്ധമായിട്ട് ഒരൊറ്റ അഭിപ്രായം ഷാഫിഈ മദ്ഹബിൽ ആരും നിലപ്പെടുത്തിയിട്ടില്ല. മദ്ഹബിൽ നിന്ന് ഇല്ലതാനും അത് തെളിയിക്കാൻ ഒന്നെങ്കിലും താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഉന്നയിക്കുക. എല്ലാ അഭിപ്രായങ്ങളും തിരുത്തി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ 20 അഭിപ്രായങ്ങളോടും നൗബി ഇമാം തിരുത്തി ആരാ അധികാരം കൊണ്ടെന്നാ ചോദിച്ചത്. ഇജ്മാ ഉണ്ടെങ്കിൽ തിരുത്താൻ അധികാരം ഉണ്ടോ? ഇജ്മാഇ ഷാഫിഈ മദ്ഹബിലല്ല സുഹൃത്തേ, ഷാഫിഈ ഇമാമിന്റെ ഖൗലിലെ ഇജ്മാഇ 4 മദ്ഹബ് അനുകരിച്ചുകൊണ്ട് ജീവിക്കണമെന്നതിനാണ് ഇജ്മാഇ പറഞ്ഞത്. താങ്കൾ എന്താ കത്തിൽ ഡിഗ്രി കൂട്ടുന്നത്? ഇജ്മാഇ ഉണ്ടെന്ന് പറയുന്നത് 4 മദ്ഹബ് പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്നതിൽ 4 മദ്ഹബിലെ ഇമാം ഷാഫിഈ തങ്ങളുടെ വ്യത്യസ്ത ഖൗലുകളിൽ നിന്ന് ഒരു പ്രസ്താവനയെ എടുത്തിട്ട് മറ്റു പ്രസ്താവനയേക്കാൾ ബലപ്പെടുത്തുന്ന ജോലിയാണ് തർജീഹിന്റെ മുജ്തഹിദുകളുടെ ജോലി. ആ ജോലി മാത്രമേ ഇമാം നബവി റളിയല്ലാഹു അൻഹു നിർവഹിച്ചിട്ടുള്ളൂ. ഇമാം ഷാഫിഈയെ തിരുത്തിയിട്ടില്ല. ഇമാം ഷാഫിഈയുടെ വിവിധ പ്രസ്താവനകളിൽ നിന്ന് ഒരു പ്രസ്താവനയെ അദ്ദേഹം ബലപ്പെടുത്തിയതാണ് നിങ്ങൾ പറയുന്ന 20 മസ്അലകളിലുമുള്ള പ്രശ്നം. അല്ലാതെ ഇമാം ഷാഫിഈ പറഞ്ഞ വാക്കിന് നേരെ എതിരായിട്ട് ഇമാം നബവി പറഞ്ഞത് ഒറ്റ ഒന്ന് പോലും തെളിയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഓർമ്മയിലെങ്കിൽ ഒന്നെടുക്കൂ. ആ പോയിന്റിൽ വെച്ച് ഞാൻ സംശയം തീർക്കാം. നൗബി ഇമാം 20ഓളം അഭിപ്രായങ്ങൾ തിരുത്തി ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. 20ഓളം അഭിപ്രായങ്ങൾ തിരുത്തി നിങ്ങൾ സമ്മതിച്ചതാണ്. കാരണം ഇജ്മാ ഉണ്ടെങ്കിൽ അത് തിരുത്തവും പാടില്ല എന്നതിന് അർത്ഥം. തഖ്ലീദ് ചെയ്യുന്ന എന്തിനാണ് ഇജ്മാഇ? നിങ്ങൾ സംശയം മനസ്സിലാക്കണം. ഇമാം ഷാഫിഈയുടെ ഖൗലിലാണോ ഇജ്മാഇ? 4 മദ്ഹബും കൂടിയതാണ് ഇജ്മാഇന്റെ പരിധിയിൽ വരിക. 4 മദ്ഹബ് പിൻപറ്റിക്കൊണ്ട് മാത്രമേ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ജീവിക്കാവൂ എന്നതാണ് ഇജ്മാഇന്റെ പോയിന്റ്. ഇജ്മാഇന്റെ പോയിന്റിൽ ഷാഫിഈ ഇമാം നബവി ഇമാം കൈവച്ചിട്ടില്ല. 4 മദ്ഹബും തിരിച്ചോ നബവി ഇമാം? 4 മദ്ഹബും തിരുത്തുമ്പോഴല്ലേ നിങ്ങൾ ആ ഇജ്മാഇന്റെ പോയിന്റിൽ നബവി കൈവച്ചു എന്ന് ആരോപിക്കുന്നതിന് അടിസ്ഥാനമുള്ളൂ. നിങ്ങൾ ജനങ്ങളെ ഇട്ട് വളർത്തരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപാട് നടത്തരുത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വ്യത്യസ്ത ഖൗലുകളിൽ നിന്ന് ഒരു ഖൗലിനെ മറ്റേ ഖൗലിനേക്കാൾ ചില പ്രമാണങ്ങളുടെ
വെളിച്ചത്തിൽ മുൻഗണന നൽകുന്ന നടപടി മാത്രമാണ് നിങ്ങൾ ഉന്നയിച്ച 20 പ്രശ്നങ്ങളിലും ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു നടത്തിയത്. അത് ഇമാമിന് അവകാശപ്പെട്ട തെർജീഹിന്റെ ജോലിയാണ്. തെർജീഹിന്റെ മുജ്തഹിദായ ഇമാം നബവിയെ അത് നമ്മുടെ ശാഫിഈ മദ്ഹബിൽ ഔദ്യോഗികമായി അംഗീകരിക്കും. ശാഫിഈ ഇമാമിന്റെ 20ഓളം അഭിപ്രായങ്ങൾ തിരുത്തണമെങ്കിൽ തിരുത്തിയിട്ടില്ല. ശാഫിഈ ഇമാമിന്റെ 20ഓളം അഭിപ്രായങ്ങൾ തിരുത്തിയിട്ടില്ല. ശാഫിഈ ഇമാമിന്റെ 20ഓളം വിഷയങ്ങളിൽ ശാഫിഈ ഇമാമിന്റെ വിവിധ കൗലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ എടുത്തിട്ട് മുന്തിച്ചിട്ടുണ്ട് നബവി ഇമാം. തിരുത്തിയിട്ടില്ല. തീർത്തും വ്യവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറയുമ്പോൾ ചോദിക്കുമ്പോഴാണെങ്കിൽ ഉത്തരം പറയും, കഴിഞ്ഞിട്ട് ഉത്തരം പറയും. ഇവിടുത്താണ് വ്യവസ്ഥ. ഇതാണ് സംഘാടകരുടെ വ്യവസ്ഥ. സംഘാടകരുടെ വ്യവസ്ഥയിലുള്ളത് ഇവിടുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മൈക്ക് തരൂല. അത് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന വഴിയേ പറ്റുള്ളൂ. ഇവിടെ നേർക്കുനേര് സംഘടിപ്പിക്കുന്ന IDF സംഘടിപ്പിക്കുന്നവരുടെ വ്യവസ്ഥയാണ്. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോ IDF ബോധവന്മാർ നിങ്ങളുടെ മൈക്ക് ഓഫാക്കും. അത് ഇവിടുത്തെ വ്യവസ്ഥയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വ്യവസ്ഥ തരാൻ പറ്റില്ല. തോക്കിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് വെടിവെക്കാൻ ഒരു കൂട്ടർ സംഘടിപ്പിച്ച് ആരും സമ്മതിക്കൂല. അതുകൊണ്ട് നിങ്ങൾ സംശയം ചോദിക്കുക, ആ സംശയത്തിന് മറുപടി പറയാം. സ്വതന്ത്രമായ സംശയ നിവാരണത്തിന് വരുമെന്നെ ഇവിടെ വന്നത് ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. നിങ്ങളുടെ ക്ഷണത്തിൽ നിങ്ങൾ പുതിയ രീതിയിൽ പ്രസംഗിച്ചിട്ട് സംവാദത്തിന്റെ ശൈലിയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പറയുന്നത്. അനേകം സ്ഥലങ്ങളിൽ നല്ല നിലയിൽ നല്ലപോലെ ഞങ്ങൾ അവസരം കൊടുത്തിട്ട് ഇതുപോലെ നടത്തിയപ്പോ ആസൂത്രിതമായിട്ട് വഹാബികൾ ഇങ്ങനെ വന്ന് കലക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അത് അനുഭവിച്ചു. ഇവിടെ തൊടുപുഴ വെച്ചിട്ട് കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നിച്ച് നിന്നുകാണ്ട് സംസാരിച്ച് പ്രസംഗിക്കുക. അപ്പൊ ഔദ്യോഗികമായി അവരങ്ങനെ തീരുമാനിച്ചു എന്നാണ് അവരെല്ലാം അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ രീതിയിലുള്ളത് ഒഴിവാക്കാനാണ് ഇപ്പോൾ കുറച്ചുകൂടി കർക്കശമാക്കേണ്ടി വന്ന നിയമം. ഉദാഹരണമായിട്ട് വരുമ്പോൾ അത് ചൂഷണം ചെയ്യുകയാണ് നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കൾ. അതുകൊണ്ട് പ്രിയ സുഹൃത്ത് ഇവിടെ ക്ഷോഭിക്കൊന്നും വേണ്ട. ഇവിടുത്തെ നിയമപ്രകാരം നിങ്ങൾ ഇവിടെ സംശയം ചോദിക്കാൻ വേണ്ടത് തർക്കിക്കരുത്. സംശയം ചോദിക്കുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കട്ടെ. നിങ്ങൾ പറയുന്നത് 20-ൽ പരം വിഷയങ്ങളിൽ 20-ൽ പരം വിഷയങ്ങളിൽ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഇമാം നബവി തിരുത്തി എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാവുന്നു. അങ്ങനെ ശാഫിഈ മദ്ഹബിലില്ല. ഇമാം നബവി ചെയ്ത ജോലി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വ്യത്യസ്ത കൗലുകൾ, വിവിധ കൗലുകളിൽ നിന്ന് ഒരു കൗലിനെ മറ്റേ കൗലിനേക്കാൾ മുൻഗണന നൽകിയിട്ട് തെരഞ്ഞെടുത്തിട്ട് മദ്ഹബിന്റെ ബലപ്പെട്ട അഭിപ്രായമായി അവതരിപ്പിച്ചു. ഈ ജോലിയാണ് ഇമാം നബവി ചെയ്യുന്നത്. ശാഫിഈ ഇമാമിനെ തിരുത്തി എന്ന നിങ്ങളുടെ പ്രയോഗം മദ്ഹബ് മനസ്സിലാക്കാത്തത് കൊണ്ട് വന്ന അജ്ഞതയാണ്. അതുകൊണ്ട് അത് തന്നെ വീണ്ടും ആവർത്തിക്കുമ്പോ എനിക്ക് ഇടപെടേണ്ടി വരികയാണ്. ചോദിച്ചതെന്ന് നിങ്ങൾ വീണ്ടും പറയുമ്പോ തെറ്റാണ് എന്ന് ഇവിടെ നിന്ന് ഉണർത്തിയത് തന്നെ വീണ്ടും നിങ്ങൾ ആവർത്തിക്കുമ്പോ എനിക്ക് ഇടപെടേണ്ടി വരികയാണ്. തിരുത്തിയത് നിങ്ങൾ ഒരു ഉദാഹരണം പറയൂ. ഞാനൊക്കെ പറഞ്ഞുതരാം. ശാഫിഈ ഇമാമിന്റെ ഏത് കൗലിനേക്കാൾ അവിടെ മുന്തിച്ചത് തിരുത്തിയിട്ടില്ല. ശാഫിഈ ഇമാമിന്റെ വിവിധ കൗലുകളിൽ നിന്ന് ഒന്നിനേക്കാൾ ബലപ്പെടുത്തിയിട്ട് ഇന്ന അഭിപ്രായമാണ് മദ്ഹബിൽ ബലം എന്ന് പ്രഖ്യാപിക്കുന്ന വഴിയാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത്. അത് മദ്ഹബിന്റെ ബഹുമാന്യമായ ഉദാരമായ സമീപനമാണ് തെർജീഹ്. അതാണ് നടത്തിയിട്ടുള്ള ഇമാം. ശാഫിഈ ഇമാം ഇറാഖിൽ വെച്ച് പഠനം നടന്ന കാലത്ത് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം പറയുകയും അതിനുശേഷം ഈജിപ്തിൽ വെച്ച് പഠനം നടത്തുമ്പോൾ കൂടുതൽ ഹദീസുകൾ കിട്ടുമ്പോൾ എന്റെ ഈ അഭിപ്രായം, മുൻപുള്ള അഭിപ്രായം ഞാൻ തിരുത്തിയിരിക്കുന്നു, ഞാൻ പുതിയ അഭിപ്രായം പറയുകയും അത് പ്രബോധനം ചെയ്യുകയും അത് വിശ്വസിക്കുകയും ജനങ്ങളതൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇമാം ശാഫിഈ ഇമാം മരണപ്പെടുന്നത്. അതിനുശേഷം 400 വർഷം കഴിഞ്ഞിട്ട് ഇമാം നബവി ഇമാം വന്നപ്പോ ശാഫിഈ ഇമാമിന്റെ അവസാന കാലത്തുള്ള 20ഓളം അഭിപ്രായങ്ങൾ തിരുത്തി എന്ന് പറയുമ്പോൾ ഇജ്മാഇനെതിരല്ലേ? വീണ്ടും അങ്ങനെ ആവർത്തിക്കാൻ സുഹൃത്തി, തിരുത്തിയിട്ടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇറാഖിലിരിക്കുന്ന കാലത്തെ വാക്കിന് ഖദീമായ ഖൗലെന്ന് പറയും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ജദീദായ അഭിപ്രായം മിസ്രിൽ വെച്ച് പറഞ്ഞതിന് ജദീദ് എന്ന് പറയും. ജദീദായ സഹോദരന്മാരെ കഷ്ടണ്ടാക്കണ്ട. ഞങ്ങൾ തമ്മിൽ തന്നെ സംസാരിക്കുമെങ്കിൽ കേട്ടാൽ മതി, പ്രശ്നം ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന് കുറച്ച് നേരം ഔദ്യോഗികമായ നേരം വരെ മുമ്പ് ഒരു സംശയത്തെ ബന്ധം തളച്ചിട്ട് ഇനി ആർക്കും മൈക്ക് കൊടുക്കരുത്, അവസരം കൊടുക്കരുത്, ചിലപ്പോൾ ദുരുദ്ദേശം ഉണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇൻഷാ അല്ലാഹ് അവസരം നിഷേധിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ഉദാരത വെറുതെ ചൂഷണം ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കി. തിരുത്തിയത് വീണ്ടും ആവർത്തിക്കുന്നത് എവിടുത്തെ മര്യാദ സുഹൃത്ത്? ഇവിടെ പറയുന്നത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജദീദായ ഖൗലുമുണ്ട്, ഖദീമായ ഖൗലുമുണ്ട്. ജദീദായ
കൗലുകളിൽ തന്നെ ജദീദായ കൗലുകളിൽ തന്നെ വൈവിധ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഇങ്ങോട്ട് ശ്രദ്ധിക്കാം, കച്ചറുണ്ടാകേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കും. ജദീദായ കൗലുകളുമുണ്ട്, ഖദീമായ കൗലുകളുമുണ്ട്. വ്യത്യസ്ത കൗലുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കൗലിലേക്ക് മുൻഗണന നൽകി മദ്ഹബിൽ ബലപ്പെട്ടത് ഇതാണെന്ന് സമർത്ഥിക്കുന്ന ദൗത്യമാണ് നബി ഇമാമിന്റെ ദൗത്യം. ഈ ദൗത്യത്തിന് പേര് തെർജീഹ് എന്നാണ്. ആ തെർജീഹിന്റെ പദവി ഉപയോഗിച്ചിട്ട് ഇമാം നഫീ റളിയല്ലാഹു അൻഹു നടത്തിയത് തിരുത്തൽ നടപടിയായി വ്യാഖ്യാനിച്ചതാണ് തെറ്റ്. അതിലൊക്കെയും ഇമാമിന്റെ മൊഴികളിൽ നിന്ന് ഒരു മൊഴിയെ മറ്റൊരു മൊഴിയേക്കാൾ ബലപ്പെടുത്തിയിട്ട് അത് ഷാഫി മദ്ഹബിന്റെ ബലപ്പെട്ട അഭിപ്രായമാണെന്ന് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിനപ്പുറം തിരുത്തി എന്ന് താങ്കൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരൊറ്റ മസാല ഈ 20 മസാലയിൽ നിന്ന് ഒന്ന് ഉപയോഗിക്കൂ സുഹൃത്തെ. അപ്പൊ ഞാൻ താങ്കളെ ബോധ്യപ്പെടുത്താം. ഒറ്റൊന്ന് വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കുന്നത് വിഷമമുണ്ടെങ്കിൽ ഞാൻ അവസാനം ചോദിക്കല്ലോ, കഴിഞ്ഞ് ചോദിക്കാം. ആളുകൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കാം. അങ്ങനെ 20 ചോദിച്ച് തീർന്നിട്ടേ നിന്നുള്ളൂ. പക്ഷേ തിരുത്തിയത് വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് സമയം കളയരുത്. ശ്രോതാക്കളെ അളക്കുന്നതിൽ നിങ്ങൾ ബേജാറാകണ്ട. ശ്രോതാക്കളൊന്നും ചെയ്യൂല. പക്ഷെ അവർ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെ നിന്നായിരിക്കും നിങ്ങൾ ഇവിടുന്ന് തിരുത്തിയത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ കളിപ്പിക്കുകയാണ്. അപ്പൊ അവർ പ്രകടിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പൊതുവായിട്ട് ഫലമില്ല. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഇമാം നബി തിരുത്തിയിട്ടില്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു തങ്ങൾ ഷാഫി ഇമാമിന്റെ വ്യത്യസ്ത കൗലുകളിൽ നിന്ന് ചില വാക്കിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആ ബലപ്പെടുത്തിയതാണ് 20ഓളം മസലകളിൽ കാണുന്നത്, മറ്റൊന്നല്ല. ഷാഫി ഇമാമ് തന്റെ ഖദീമായ അഭിപ്രായം തിരുത്തിയിട്ടാണ് ആ ജദീദായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ഉസ്താദൊന്നും പറഞ്ഞിട്ടില്ല. പറയാമോ? മനസ്സിലായില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഖദീമായ അഭിപ്രായം തിരുത്തി എന്നാണ് പറയുന്നതെങ്കിൽ അത് വിഷയം വേറെയാണ്. അദ്ദേഹം ആരോപിക്കുന്ന അതല്ല. അദ്ദേഹം പറയുന്നത് ഇമാം ഷാഫിഈനെ തിരുത്തി നബവി 400 കൊല്ലം കഴിഞ്ഞിട്ട് നബി ഇമാമ തിരുത്തി എന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്റെ ജീവിതകാലത്ത് അനേകം തവണ അഭിപ്രായങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അതേത് ഗവേഷകനും തിരുത്തുകയും ചെയ്യും. അള്ളാഹുവിന് ഭയമുള്ള, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നും നിർദ്ധാരണം ചെയ്തിട്ട് കണ്ടെത്തുന്ന ധാരണകളാണ് ഫിഖ്ഹെന്നും ബോധ്യമുള്ള ഏത് മുജ്തഹിദും തന്റെ അഭിപ്രായത്തെക്കാൾ ബലപ്പെട്ട തെളിവ് കിട്ടിയാൽ അദ്ദേഹം തിരുത്തും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉള്ള തെളിവുകൾ വെച്ചിട്ട് ഇറാഖിൽ ജീവിക്കുന്ന കാലത്ത് മഹാനവർകൾ ഇറാഖ് കേന്ദ്രമാക്കി ജീവിക്കുന്ന കാലത്ത് പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മദ്ഹബിനെ തന്നെ ഒന്ന് പുനഃക്രോഡീകരിക്കുന്ന വിധം സാരമായി ഒന്ന് വേറെ ക്രോഡീകരിച്ചു എന്ന കാലത്ത് ഇങ്ങനെ മാറിയതിനാണ് ജദീദും ഖദീമുമായ കൗലുകൾ എന്ന് പറയുക. ഇനി മിസ്റിലെ താമസ സ്ഥലത്ത് തന്നെ ഇറാഖിലെ താമസ സ്ഥലത്ത് വെച്ചു തന്നെയും ആദ്യം പറഞ്ഞതിനെ പിന്നീട് ചിലപ്പോൾ തിരുത്തിയിട്ടും പറയും. ഇങ്ങനെ പല തിരുത്തലുകൾ നടക്കുമ്പോൾ ഇമാം ഷാഫിഈക്ക് പല അഭിപ്രായങ്ങളും പല പ്രസ്താവനകളും വരും. ഈ പ്രസ്താവനകളിൽ നിന്ന് ചില പ്രസ്താവനകൾ എടുത്തിട്ട് മറ്റ് പ്രസ്താവനകളെക്കാൾ മുൻഗണന നൽകുക എന്ന ജോലി പിറകിലുള്ളവർക്ക് നിർവഹിക്കേണ്ടി വരും. അങ്ങനെ നിർവഹിച്ചതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജദീദായ കൗലുകളിൽ തന്നെ മദ്ഹബിൽ തന്നെ ഖദീമായ കൗലുകൾക്ക് മുൻഗണന നൽകിയിട്ട് ഒരു 20ഓളം വിഷയങ്ങളിൽ അദ്ദേഹം മദ്ഹബിനെ പ്രബലമായത് ഇതാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത്. അത് വാസ്തവത്തിൽ തിരുത്തിയതല്ല. ജദീദായ അഭിപ്രായത്തിനനുസരിച്ചിട്ട് ഒന്നിച്ച് പറയേണ്ട അഭിപ്രായങ്ങളെ ഖദീമായ കൗലിനനുസരിച്ചും ജദീദായ കൗലിന്റെ ഉപദേശങ്ങൾ പിൻപറ്റിയും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ബലാബലം പരിശോധിച്ചിട്ട് മുൻഗണനയുള്ളത് മുൻഗണനാടിസ്ഥാനത്തിൽ വിവരിച്ചു. ഈ ധർമ്മത്തിന് തെർജീഹ് എന്നാണ് പറയുക. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. ഇമാം ഷാഫിഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയിട്ടുണ്ട്, പലതവണ തിരുത്തിയിട്ടുണ്ട്. അതാണ് താങ്കളുടെ സംശയം. അത് ഇമാം നവവി ഷാഫി മദ്ഹബിലെ തർജീഹിന്റെ പണ്ഡിതനായ ഇമാം നവവി തർജീഹ് ചെയ്തത് ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല. സഹീഹായ ഹദീസ് വന്നപ്പോഴല്ലേ കിട്ടിയപ്പോഴല്ലേ അത് തർജീഹ് ചെയ്തത്. ഹദീസ് മാത്രമല്ല, ഇമാം ഷാഫിയുടെ തന്നെ മറ്റു പ്രസ്താവനകളും ഇമാം ഷാഫിയെ തങ്ങൾ തന്നെ വെളിവാക്കി കൊടുത്ത മദ്ഹബിന്റെ വേറെ ചില പ്രമാണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് തർജീഹാക്കിയത്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ആ ഹദീസുകളെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആധാരമാക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും
എങ്ങനെയാണ് തന്റെ ഗവേഷണത്തിന്റെ വഴിയെന്ന് അദ്ദേഹം ഉപദേശിച്ച തത്വങ്ങൾ പ്രകാരം അവയൊക്കെ പരിഗണിച്ചിട്ടാണ് ഇമാം നവവി ബലാബലം നോക്കിയത്. വിദഗ്ധായ ഒരു സംഗതിയെ വിദഗ്ധായ സംഗതിയെ മദ്ഹബില് സുന്നത്തായിട്ട് പരിചയപ്പെടുത്തിയത് കാണുന്നുണ്ട്. നിസ്കാരത്തിന്റെ നിയ്യത്ത് ഉച്ചരിക്കല് റസൂലോ സഹാബത്തോ ചെയ്തിട്ടില്ല എന്നും അത് ബിദ്അത്താണെന്നും ഷെയ്ഖ് അഹമ്മദ് സലിഹിന്ദി പറയുന്നുണ്ട്. ബിദ്അത്ത് സാധാരണ റാഫിയത്തുല്ലി സുന്നയാണ്. പക്ഷെ ഈ നിസ്കാരത്തിന്റെ നിയ്യത്ത് ഉച്ചരിക്കുക എന്ന് പറയുന്ന ബിദ്അത്ത് റാഫിയത്തുല്ലിൽ ഫർളാണ് എന്നാണ് ഞാൻ പറയുക എന്റെ അഭിപ്രായം എന്നും ഷെയ്ഖ് സലിഹിന്ദി പറയുന്നു. ഇതിനെ കുറിച്ച് എന്ത് പറയും? താങ്കൾ സുന്നത്തും ബിദ്അത്തും മനസ്സിലാക്കിയെടുത്ത് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. സുന്നത്ത് ബിദ്അത്ത് എന്ന പ്രയോഗം പല വിധമുണ്ട്. വിശ്വാസ ശാസ്ത്രത്തിൽ സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുക നബിതങ്ങളിൽ നിന്നും മറ്റു പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ഇസ്ലാം ദീനിന്റെ വിശ്വാസകാരങ്ങളായി സ്ഥിരപ്പെട്ടിട്ടുള്ള വഴിയിലെ നിയമങ്ങൾക്കും ആ വഴിക്കുമാണ് സുന്നത്ത് എന്ന് പറയുക. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇജ്മാഇന്റെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞതിനെയും ചിന്തകളെയുമാണ് ബിദ്അത്ത് എന്ന് വിശ്വാസരംഗത്ത് പറയുക. കർമ്മരംഗത്തെ ബിദ്അത്തിന്റെ അർത്ഥം രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഈ ബിദ്അത്തിനെയാണ് മുൻകറത്തായ ബിദ്അത്ത് എന്നും സയ്യിഅത്തായ ബിദ്അത്ത് എന്നും ഒഴിവാക്കേണ്ട ബിദ്അത്ത് എന്നും അതേ അർത്ഥത്തിൽ ഒറ്റയ്ക്ക് ബിദ്അത്ത് എന്നും ഫിഖ്ഹ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ബിദ്അത്തായിട്ട് സെർഹിന്ദി പറഞ്ഞിട്ടില്ല. സെർഹിന്ദി നിയ്യത്ത് ഉച്ചരിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞത് നബി ചെയ്തില്ല, ഖലീഫമാരും ചെയ്തില്ല എന്നാണ്. നബി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ സുന്നത്ത് എന്ന് കൂലി കിട്ടുന്ന സുന്നത്തിന്റെ ഹുക്കുമായിട്ട് ശാഫി മദ്ഹബിൽ വരുന്നത് ബിദ്അത്ത് സുന്നത്തിന്റെ ചർച്ചയിൽ വരുന്നതല്ല. ഒന്നുകൂടി മനസ്സിലാക്കുക. നിയ്യത്തിന്റെ നിയ്യത്തിൽ കരുതപ്പെടുന്ന കാര്യങ്ങൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരുന്നത് മനസ്സിലെ കരുത്ത് നന്നാകാൻ വേണ്ടിയിട്ട് സുന്നത്താണ് എന്ന് ശാഫി മദ്ഹബിൽ വിധിയുണ്ട്. ഈ സുന്നത്തിന്റെ അർത്ഥം എടുത്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്നാണ്. നബിന്റെ കാലത്തുള്ളതോ ഇല്ലാത്തതോ എന്നാണ് വ്യത്യാസമല്ല. നബിന്റെ കാലത്തുള്ളതിനെ കൊണ്ടും പറയും, ഇല്ലാത്തതിനെ കൊണ്ടും പറയും. ശരീഅത്ത് പറയുന്നത് അത് നബിന്റെ കാലത്തില്ല, ഖലീഫമാരും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നർത്ഥം. അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ മറ്റൊരു മറുപടി ഉണ്ട്. ഹജ്ജ് കർമ്മത്തിൽ അല്ലാഹുവിന്റെ റസൂല് താൻ കരുതാൻ പോകുന്നതായ നിയ്യത്തിന്റെ വാക്യം നബി തങ്ങൾ മൊഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഖിയാസാക്കിയിട്ട് മറ്റ് ഇബാദത്തുകൾക്കും ഇങ്ങനെ വലിയ സുന്നത്താവുന്നു. അതിന്റെ പുറമെ ഉദ്ദേശിക്കലും കരുതലും നിർബന്ധമാണല്ലോ. ആ നിർബന്ധം നല്ല നിലക്ക് നടക്കാൻ സഹായകമാകുമെന്നതുകൊണ്ടും അത് സുന്നത്താവുന്നു എന്നാണ് ശാഫി മദ്ഹബിലെ പ്രഖ്യാപനം. ഈ സുന്നത്തിന്റെ അർത്ഥം ബിദ്അത്തിന്റെ മാറ്റത്തിലുള്ള സുന്നത്തല്ല. പിന്നെന്താണ്? വാജിബല്ല, ഫർളല്ല, റുക്നല്ല എന്ന അർത്ഥത്തിൽ ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എടുത്താൽ കൂലിയുള്ളതും എന്ന അർത്ഥത്തിലാവുന്നു. അതിന് വിരുദ്ധമായ ബിദ്അത്തല്ല ആര് പറഞ്ഞത്? സെർഹിന്ദി പറഞ്ഞത്. സെർഹിന്ദി ഹനഫി മദ്ഹബുകാരൻ കൂടിയാണ്. ഹനഫി മദ്ഹബുകാർക്ക് നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തില്ല. അദ്ദേഹത്തിന്റെ മദ്ഹബിനെ വ്യാഖ്യാനിക്കാനും ബലപ്പെടുത്താനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നബി ഒഴിഞ്ഞതായി തിരിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഖുലഫാമാരും ഒഴിഞ്ഞതായി തിരിഞ്ഞിട്ടില്ല എന്ന്. ആ ബിദ്അത്ത് ശാഫി മദ്ഹബിൽ കൂലി കിട്ടുന്ന സുന്നത്ത് എന്ന് വിധി എഴുതുന്നതിൽ കുഴപ്പമില്ല. സർഹിന്ദിക്ക് ന്യായമായിട്ടും വിചാരിക്കാമല്ലോ, അവർക്ക് ആ ഹദീസുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. അങ്ങനെ സമാധാനം കൊള്ളാതെ സുന്നത്ത് ബിദ്അത്ത് എന്ന് താങ്കൾ മനസ്സിലാക്കിയെടുത്ത് ഒന്നുകൂടി വിശാലമായി മനസ്സിലാക്കണം. നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും വിശ്വാസശാസ്ത്ര പണ്ഡിതന്മാരും ഉപയോഗിക്കുന്ന വാക്കാണ്. ഓരോ പ്രയോഗത്തിനും ഓരോന്നിനും പല അർത്ഥം. ഉദാഹരണം സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന സാധാരണമായ നിസ്കാരമാണ്. നേരെ മറിച്ച് നബിന്റെ മേൽ സ്വലാത്ത് എഴുതുന്നതിനും സ്വലാത്ത് എന്നാണ് പറയുന്നത്. ഇതുപോലെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സുന്നത്ത് ബിദ്അത്ത്. കർമ്മശാസ്ത്രത്തിൽ അത് സുലഭമായി ഉപയോഗിക്കുന്നത് വാജിബ് എന്നതിന്റെ മാറ്റത്തിൽ പഞ്ചവിധികളിൽപ്പെട്ട ഒരു വിധിയായിട്ടാണ് സുന്നത്ത് എന്ന് പറയാം. ഇതിൽ നെദ്ബ് എന്നും ഇസ്തിഹ്ബാബ് എന്നും സുന്നത്ത് എന്നും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് നിയ്യത്ത് ഉച്ചരിക്കുന്നത് കരുതപ്പെടുന്നത് എന്താണെങ്കിൽ അത് അതിന്റെ തൊട്ട് മുൻപായി ഉച്ചരിക്കൽ സുന്നത്ത്
എന്ന് ശാഫിഈ മദ്ഹബിൽ പറഞ്ഞത്. അത് നബിയുടെ കാലത്തുള്ളതുമാകാം, നബിയുടെ കാലത്തില്ലാത്തതുമാകാം. സെർഹിന്റെ ഇമാം ഹനഫി മദ്ഹബുകാരനാണ്. ഹനഫി മദ്ഹബുകാരുടെ വീക്ഷണത്തിൽ നിയ്യത്ത് മൊഴിയൽ സുന്നതയല്ല. തന്റെ ആ മദ്ഹബിന്റെ വീക്ഷണ പ്രകാരം അദ്ദേഹം അതിന് ന്യായം പറയുന്നത് ബഹുമാനപ്പെട്ട നബി മൊഴിഞ്ഞിട്ടില്ല, ഖലീഫമാർ മൊഴിഞ്ഞിട്ടില്ല എന്നാണ്. സെർഹിന്ദിയുടെ ആ വാചകത്തെ ശാഫിഈ മദ്ഹബുകാർക്ക് എതിർക്കേണ്ട കാര്യമില്ല. കാരണം ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിൽ നിന്നിട്ട് നബി മൊഴിഞ്ഞാലും മൊഴിഞ്ഞിട്ടില്ലെങ്കിലും ഖലീഫമാർ മൊഴിഞ്ഞാലും മൊഴിഞ്ഞിട്ടില്ലെങ്കിലും നിസ്കാരത്തിൽ അവർ സുന്നത്തായ കൂലി കിട്ടുന്ന കാര്യമാകുന്നു എന്ന് വിധിക്കാൻ ശാഫിഈ മദ്ഹബുകാർക്ക് ന്യായമുണ്ട്. ആ ന്യായമാണ് ഞാൻ താങ്കളെ ചൂണ്ടിക്കാണിച്ച് പഠിപ്പിച്ചത്. ഒന്ന്, കരുതുക എന്ന ഫർള് നല്ല നിലയിൽ നടക്കാൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണത്. ഇത് സുന്നത്താക്കാൻ ശാഫിഈ മദ്ഹബിൽ ഒരു ചെറിയ ഇല്ലത്താണ്. അതേപോലെ തന്നെ ഹജ്ജിൽ നബിതങ്ങൾ നിയ്യത്ത് മൊഴിഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിനോട് തിയാസാക്കിയിട്ട് നിസ്കാരം പോലുള്ള മറ്റു ഇബാദത്തുകളിലും മൊഴിയിൽ സുന്നത്താണ് എന്നും ശാഫിഈ മദ്ഹബിൽ പറയാൻ വകുപ്പുണ്ട്. അപ്പൊ ശാഫിഈ മദ്ഹബും സെർഹിന്ദിയും ഇവിടെ ഇടയുന്നില്ല. നിങ്ങൾ സുന്നത്ത് വിധേയത്വമെന്ന് പ്രയോഗിച്ചെടുത്താണ് പ്രശ്നമാറ്റം. ശാഫിഈ മദ്ഹബ് തഖ്ലീദ് ചെയ്ത് ജീവിച്ച മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒരുപാട് മസ്അലകളിൽ ശാഫിഈ മദ്ഹബിലെ വീക്ഷണങ്ങൾ തള്ളി ഹദീസുകൾ സ്വീകരിച്ചു എന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് പറയും. അത് നമുക്ക് തിരിയുമല്ലോ. ബുഖാരിയിലെ തലക്കെട്ടുകൾ കണ്ടിട്ട് ആ തലക്കെട്ടിൽ ഉപയോഗിച്ച വാചകങ്ങൾ ശാഫിഈ മദ്ഹബിലെ കിതാബിൽ പറഞ്ഞതിന്റെ എതിരിലായിട്ട് ചിലർ തെറ്റായി മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി വരുന്നതാണ്. ഇമാം ബുഖാരി തങ്ങൾ ശാഫിഈ മദ്ഹബിന്റെ ഏതൊരു വിഷയത്തിനെതിരായിട്ടാകുന്നു അദ്ദേഹം ജീവിച്ചത് എന്ന് തിട്ടമായി പറയാൻ നമുക്ക് എങ്ങനെ മാർക്കും? ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഉദാഹരണം ഉണ്ടെങ്കിൽ പറഞ്ഞേ പറയും. ആ വിഷയം കേട്ടിട്ടുണ്ടോ? അറിയില്ല. കേട്ടത് എങ്ങനെയാണ്? കേട്ട മനസ്സിലാക്കുന്നത്. ബുഖാരിയിൽ അദ്ദേഹം തലക്കെട്ടിടുമ്പോൾ ആ തലക്കെട്ടിന് അർത്ഥം മനസ്സിലാക്കുന്നത് ശാഫിഈ മദ്ഹബിന്റെ വിധിക്ക് എതിരായിട്ട് ചിലപ്പോൾ ആ തലക്കെട്ടിന്റെ അർത്ഥങ്ങൾ ചിലർ മനസ്സിലാക്കും. അങ്ങനെ ഉന്നയിക്കുന്നതാണ് ശാഫിഈ മദ്ഹബിന് എതിരായിട്ടാണ് ബുഖാരിയിലുള്ളത്. ബുഖാരി എന്നത് ഹദീസിന്റെ ഗ്രന്ഥമാണ്. പക്ഷെ ആ ഹദീസിന്റെ ഗ്രന്ഥത്തിലെ ഹദീസുകൾ കൊണ്ടുവരുന്നതിൽ നിന്ന് ഇന്നത് കിട്ടും എന്ന് അദ്ദേഹത്തിന്റെ തലക്കെട്ടിൽ കാണും. ചിലപ്പോൾ അത് ചോദ്യചിഹ്നമായിരിക്കും, ചിലപ്പോൾ കിട്ടുമോ കിട്ടിയില്ലേ എന്ന് അറിയാനായിരിക്കും, ചിലപ്പോൾ ഇത് തർക്കമുള്ളതെന്ന് പറയാനായിരിക്കും തലക്കെട്ടിടുക. ആ തലക്കെട്ടിൽ വിധി വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീക്ഷണം ഫിഖ്ഹിയായി ഇമാം ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിനെതിരായിരുന്നു എന്ന് തെളിയിക്കപ്പെടാത്തിടത്തോളം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്കെട്ടിന്റെ വാല് ഇടത്തോട്ടോ വലത്തോട്ടോ തൂങ്ങിക്കിടന്നിരുന്നില്ല എന്നും അത് നേരെ കഴുത്തിലൂടെ കരടിയിലേക്ക് നേരെ ആയിരുന്നു എന്നും ശേഖ് സെർഹിന്ദി പറയുന്നു. പക്ഷേ മദ്ഹബിൽ അതിന്റെ ഇടത്തോട്ടേക്ക് ഉണ്ടെന്നൊക്കെ മദ്ഹബിൽ പറയുന്നതിന്റെ സാഹചര്യം എന്താണ്? അങ്ങനെ പറയുന്നത് തലക്കെട്ടിന്റെ വാലിനെ സംബന്ധിച്ച് പറയുന്നത് വിധിയിലുള്ള വ്യത്യാസമാണ്. അതിൽ നമ്മുടെ ശാഫിഈ മദ്ഹബിന് വിലപ്പെട്ട വിധിയും വേറെ ചിലരുടെ വിധിയും തമ്മിൽ മാറ്റണം. അത് സെർഹിന്ദിനെയും ശാഫിഈ മദ്ഹബിനെ നിങ്ങൾ കൂട്ടിക്കണക്കിൽ തന്നെ ശരിയല്ല. സെർഹിന്ദി ഇമാമിനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അദ്ദേഹം ഹനഫി മദ്ഹബുകാരനാണ്. ഷെയ്ഖ് അഹമ്മദ് സെർഹിന്ദി ഹനഫി മദ്ഹബുകാരനാണ്. അപ്പൊ ഹനഫി മദ്ഹബുകാരനായി അദ്ദേഹം പറയുന്ന വിഷയം എടുത്തിട്ട് ശാഫിഈ മദ്ഹബിൽ ആ വിധിക്ക് ശരിയല്ലല്ലോ എന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമല്ല. കാരണം രണ്ട് മദ്ഹബും തമ്മിൽ വൈവിധ്യമുണ്ടെന്നും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും നമ്മളിവിടെ സമർത്ഥിക്കുന്നുണ്ടല്ലോ. ആ വൈവിധ്യമുള്ളതോടുകൂടെ നാടും പ്രമാണങ്ങൾക്ക് വിധേയമാകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രമേയം. ആ പ്രമേയത്തിൽ ഒതുങ്ങി നിന്നിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. തലക്കെട്ടിന്റെ വാക്കത്തിന് നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ ഞാൻ ശാഫിഈ മദ്ഹബിലെ വിലപ്പെട്ട നിയമം പറഞ്ഞുതരാം. ഏറ്റവും മുന്തിയ രീതി നല്ല കീഴ്പോട്ട് വെക്കൽ തന്നെയാണ്. അങ്ങനെ കീഴ്പോട്ട് കൊണ്ട് പോകാനാണ്. അതിനും ശ്രേഷ്ഠത കുറഞ്ഞതും പിന്നെ തൊട്ടടുത്ത ശ്രേഷ്ഠതയുള്ളതും വലത്തോട്ടിടാനാണ്. മൂന്നാമതാണ് ഇടത്തോട്ട്. പക്ഷെ ഇടത്തോട്ടിടുന്നവർ ചില സൗകര്യങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. ഉദാഹരണമായി നിസ്കാരത്തിന്റെ സമയത്ത് കഫം പോലത്തതൊക്കെ വായിന്ന് വന്നാൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇടത്തെ ഭാഗത്ത് കൂടെ എടുക്കലാണ് ഏറ്റവും മുന്നം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഇടത്തെ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മൂല്യമാരൊക്കെ എടുത്തോട്ടിട്ട് വന്നേക്കാം. അങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് മദ്ഹബിലെ നിയമം മാറ്റേണ്ടതില്ല. ശാഫിഈ മദ്ഹബിൽ നേർക്ക് നേരെ കീഴ്പ്പെട്ടില്ലാണ് ഏറ്റവും അഫ്ളല്. അത് കഴിഞ്ഞിട്ട് വലത്തോട്ടിലാണ്, അത് കഴിഞ്ഞിട്ട് എടുത്തോട്ടിലാണ്. ഇത്തരം മദ്ഹബിന്റെ വിധികളിൽ മേലാണ് ചോദിക്കരുത്. ഇവിടെ വിഷയമുള്ളത് മദ്ഹബിന്റെ വിധികളിലുള്ള വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് നമ്മുടെ മദ്ഹബ് ഖുർആനും സുന്നത്തിനും വിധേയമാകുന്നു. അതിന് വിരുദ്ധമല്ല. മദ്ഹബുകൾ വിട്ടിട്ട് ഇന്ന് ലഭ്യമാകുന്ന ഖുർആൻ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് ഇവിടുത്തെ പ്രമേയം. ഈ പ്രമേയം സംബന്ധിച്ചിട്ട് ഇവിടെ ആരും ചോദിക്കുക, അത് ചോദ്യം പറയാമാണ്. മദ്ഹബുകളിൽ ഖബറിന് മീതെ
എടുപ്പെടുക്കുന്നതും കുബ്ബ നിർമ്മിക്കുന്നതും ഒക്കെ വിരോധിക്കുന്നുണ്ടല്ലോ. പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ട്. പല അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്, പല വീക്ഷണക്കാർ വരുന്നുണ്ട്. ആ വീക്ഷണ വ്യത്യാസങ്ങൾ ഇവിടെ ചോദിക്കരുത്. ആ വീക്ഷണ വ്യത്യാസങ്ങളെല്ലാം ഇവിടെ ഖുർആനും സുന്നത്തിനും അനുകൂലമാകുന്നു, വിധേയമാകുന്നു. അവിടുത്തെ പ്രമേയം അതിനെതിരെ അതിന്റെ ബന്ധത്തിൽ ചോദിക്കും. സഹോദരങ്ങളെ, ഇനി നമുക്ക് സമയം വളരെ കുറവാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സമയം തീർന്നിട്ടുണ്ട്. 2 മണിയാണ് നമ്മൾ സമയം പറഞ്ഞ, 2:07 എന്നാലും കൂട്ടത്തിൽ ഒരു സഹോദരൻ കൂടെ എഴുന്നേറ്റതല്ലേ എന്ന അദ്ദേഹത്തിനും കൂടെ ഒരു അവസരം കൊടുത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ധാരകളെ പിൻപറ്റണം എന്നത് പ്രമാണപരം എന്നതിനേക്കാൾ യുക്തിപരമായ, ഇസ്ലാമിന്റെ തന്നെ യുക്തിപരമായ ഒരു കാര്യമാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൗലവിയുടെ പ്രശ്നത്തിൽ മദ്ഹബുകളിലെ വ്യത്യസ്തത അതിന്റെ ഉസൂലുകളിലെ വ്യത്യസ്തതയാണ്. ആ ഉസൂലുകളെല്ലാം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്തിംബാത്താവുന്നതാണ്. അതുകൊണ്ടാണ് ആ വൈവിധ്യങ്ങളെല്ലാം ഇസ്ലാമികമായി തീരുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇതേപോലെ തന്നെ വളരെ 4 മദ്ഹബുകൾ ഉണ്ടായിത്തീരുന്നതിന് ശേഷം പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്ന സലഫി മദ്ഹബ് എന്നോ സലഫി മൻഹജ് എന്നോ പറയാവുന്ന ഒരു 5ാമത്തെ മദ്ഹബ്, ഇതിനെ കുറിച്ച് എനിപ്പോലൂടെ പറയുകയുണ്ടായി. 500ഓളം ഫിഖഹിന്റെ വിധികളുള്ള ആയത്തുകളും 500ൽ പരം വിധികളുള്ള ഹദീസുകളും മാത്രമാണ് അവരുടെ കൈമുതൽ. അതിനെക്കുറിച്ചൊരു ശരിയായ വിലയിരുത്തലല്ല എന്നൊരു സംശയമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. മറ്റ് 4 മദ്ഹബുകളും പോലെ തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ മുഴുകാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ പ്രാപ്തമായ അങ്ങനെ ധാരാളം ആളുകൾ ലോകവ്യാപകമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ഇസ്ലാമികമായ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മദ്ഹബാണത്. ഉസൂലിൽ വ്യത്യാസമുള്ള മദ്ഹബാണത്, അഖീദയിലും ശരീഅത്തിലും. അതിനെയും ഒരു മദ്ഹബായി അംഗീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഉസ്താദിന്റെ ഒരു പരാമർശം, പരിഭാഷകൾ നോക്കി അത് ശരിയല്ല എന്ന് ഞാൻ വിനീതമായി വിയോജിക്കുകയാണ്. കാരണം ഖുർആനും സുന്നത്തും അതിന്റെ ഇതുവരെയുള്ള വ്യാഖ്യാനങ്ങളും എല്ലാം അറിയുന്ന ധാരാളം പണ്ഡിതന്മാർ പ്രവർത്തിച്ചുകൊണ്ട്, കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകവ്യാപകമായുള്ള ഒരു അഖീദ ശരീഅ മദ്ഹബ് ആണ്, മൻഹജാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ചോദിച്ച ചോദ്യത്തിന്റെ പോയിന്റ് ഇപ്പോഴും പിടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയാം. സലഫി മൻഹജ് എന്ന് പറയുന്നത് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാ ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ അതൊന്ന് കൊടുത്തേ മനസ്സിലാക്കിയത് അല്ലേ? ഒന്ന് കാണിച്ചു കൊടുക്കി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സലഫി മൻഹജിനെ കുറിച്ച് എങ്ങനെ പ്രസംഗിക്കരുത്? ഇതേപോലെ ഞാൻ അനുവദിച്ചു, ഈ സംഘം അനുവദിച്ചു. നിങ്ങൾ എനിക്ക് പ്രസംഗിക്കല്ല വേണ്ടത്. ഞാൻ ചോദിക്കുന്നു ഒന്ന് സംസാരിക്കാൻ വേണ്ടി തീർക്കാൻ വേണ്ടിയിട്ടാണ്. സലഫി മൻഹജിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നാണോ ചോദ്യം? എന്നല്ല എന്റെ ചോദ്യം. ഇല്ലല്ല, ഒറ്റക്ക് പറയും. ഒരു ചോദ്യത്തിന്റെ പോയിന്റ് മാത്രം. മറ്റ് മദ്ഹബുകളുടെ ഉസൂലുകൾ പോലെ സ്വതന്ത്രമായ ഉസൂലുള്ള ഒരു മദ്ഹബ് മൻഹജുമാണത്. ഇല്ല, അതിനോട് എന്താണ് അഭിപ്രായം? അതല്ല, അങ്ങനല്ല. കാരണം സലഫി മൻഹജ് എന്ന ഒരു മൻഹജു തന്നെ വാസ്തവത്തിലില്ല. സലഫ് തന്നെ മുൻഗാമികളാണ്. ആ മുൻഗാമികളുടെ വഴി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് വഹാബിസമാണ്. ഈ വഹാബിസത്തിന്റെ ആളുകൾ ഞങ്ങളുടെ ഫുറൂഇൽ ഞങ്ങൾ പിൻപറ്റുന്നത് അഹ്മദ് ബിൻ ഹംബലിനെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തുന്ന സുഊദി ഗ്രന്ഥങ്ങളിലും സുഊദിയിൽ നിന്ന് പുറത്തിറക്കുന്ന ഔദ്യോഗിക ഗ്രന്ഥങ്ങളിലുമൊക്കെ ഹംബലി മദ്ഹബിനെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നതെന്നും ഫുറൂഇൽ ഞങ്ങൾ തഖ്ലീദ് ചെയ്യുന്നത് അതിനെയാണെന്നും പറയുന്നുണ്ട്. സലഫി മൻഹജ് ഫുറൂഉം ഉസൂലും കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു മൻഹജാണ് അല്ലെ? അതോർമ്മല്ല, വിശ്വാസശാസ്ത്രവും കർമ്മശാസ്ത്രവും കൂട്ടിക്കുഴച്ചുള്ള മൻഹജല്ലേ? വിശ്വാസത്തിലെ കാര്യങ്ങളും കർമ്മശാസ്ത്ര കാര്യങ്ങളും കൂട്ടിക്കുഴച്ച ഒന്നല്ലേ നിങ്ങൾ ഉന്നയിക്കുന്ന സലഫി മൻഹജ്? ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. വിശ്വാസത്തിൽ സലഫി മൻഹജുണ്ട്, അതേപോലെ തന്നെ ശരീഅത്തിലും മൻഹജുണ്ട്, രണ്ടിലുമുള്ള മൻഹജ്. കർമ്മശാസ്ത്രത്തിൽ സലഫി മൻഹജ് എന്ന ഒന്നിന്റെ ഔദ്യോഗികമായ ഒരു പുസ്തകം പറഞ്ഞു, ഒറ്റ കിതാബ്. ഇബ്നു ബാസിനെ പോലുള്ള, അതേപോലെ ഇബ്നു ബാസ് എന്ന് പറയുന്നത് വഹാബിയാണ്. അദ്ദേഹത്തിന്റെ വഹാബിസത്തെ പറ്റിയാ പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾ അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബുകാരനാണ്. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒന്നും ഉണ്ടാക്കിയിട്ട് അതിന് മൻഹജ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. വഹാബിസത്തിൽപ്പെട്ട ഒരു മൗലവി കുറെ ഫത്വ നൽകിയത് മാത്രമല്ലേ അത്. ആ മൻഹജിനെ ഒരു ശാസ്ത്രമായി അവതരിപ്പിക്കുന്ന ഉസൂല് ഇന്നതാണ് എന്ന് അതിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഒന്ന് പേര് പറഞ്ഞാൽ ഒറ്റ ഗ്രന്ഥം. അവര് ചോദിക്കുന്നത് ഷാഫി മദ്ഹബിന് ഉസൂലുണ്ട്, ജമ്മുൽ ജവാമിഅ്, മിൻഹാജ് തുടങ്ങിയിട്ടുള്ള ഉസൂല്. ഇതുപോലെ ഫുറൂഇൽ നിങ്ങൾ ഈ പറയുന്ന സലഫി മൻഹജിനെ ഗവേഷണത്തിന് ആധാരമാക്കാൻ പറ്റുന്ന ഒരു ഉസൂലിന്റെ ഗ്രന്ഥം ഒന്ന് പേര് പറഞ്ഞു.
ഉസൂലിന്റെ സ്വതന്ത്രമായ ഗ്രന്ഥത്തെ കുറിച്ച് എനിക്ക് ജ്ഞാനമില്ല. പക്ഷെ അവരുടെ ഫത്വകൾ നമ്മൾ പഠിച്ചാൽ ആ ഫത്വകൾ പറയുന്നിടത്ത് ഉസൂൽ പറയും. ഉസൂലിന് വേറിട്ട ഗ്രന്ഥവും ഫത്വകൾ വേറെ തന്നെ പറയുക എന്നതുമാണ് ക്ലാസിക്കൽ മദ്ഹബുകളുടെ ശൈലി. അതല്ലാത്ത മറ്റൊരു ശൈലിയാണ് സലഫി മദ്ഹബ് പിന്തുടരുന്നത് എന്നാണ് എന്റെ പരിമിതമായ വിവരം. അത് പരിമിതമായ വിവരം മാത്രമാണ്, വസ്തുതയല്ല. വസ്തുതയുള്ളത് ഇവിടുത്തെ വഹാബികളെ പോലെ കഴിഞ്ഞ കാല അഭിപ്രായങ്ങളിൽ നിന്നും മദ്ഹബിൽ നിന്നും തോന്നിയത് ഹദീസിനോട് അനുയോജ്യമാണ്, വിരുദ്ധമാണ് എന്ന് പറയുന്ന ശൈലിയാണ് ഇബ്നു ബാസ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ മൻഹജിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഇവിടുത്തെ ആളുകൾ അദ്ദേഹത്തിന്റെ ഫത്വകൾക്ക് വിരുദ്ധമായി ധാരാളം പറയുന്നുണ്ട്. ഇതൊക്കെയും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉസൂല് തെളിയിക്കായിട്ടാണ്. നിങ്ങൾക്ക് വിവരമില്ല, ഞാനത് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു സലഫി മൻഹജിലേക്ക് ഒരു ഉസൂലുൽ ഫിഖ് ഇല്ല. അത് ഖണ്ഡിതമായിട്ട് ഞാൻ തീർത്തും പറയുകയാണ്. അത് തെളിയിക്കാൻ പറ്റുന്നത് എവിടെയെങ്കിലും തെളിയിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. സലഫി മൻഹജിന്റെ ഉസൂലിന്റെ ഗ്രന്ഥം നിങ്ങൾക്കറിയോ? സലഫി മൻഹജിന് ഉസൂലുണ്ട്. ഏതാണ് ഒറ്റ ഗ്രന്ഥം ഉണ്ടാകണമെന്നില്ല. അവരുടെ ഫത്വകളിൽ ഒരു ഉസൂലിൽ നിന്നുകൊണ്ടാണ് അവർ ഫത്വകൾ പറയുന്നത്. ആ ഉസൂല് എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും അത് നിങ്ങൾ ചോദിക്കാൻ എന്റെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി. അത് പഠിക്കണമെങ്കിൽ ഏത് ഞങ്ങൾ അവലംബിക്കും എന്നവലംബിക്കും. ഈ ഉസൂലിനെയാണ് അവർ മൻഹജു സലഫ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. മൻഹജു സലഫിന്റെ ഉസൂലാണ് ഞാൻ ചോദിക്കുന്നത്. ഉസൂലിനെയാണ് മദ്ഹബ് എന്ന് പറയുന്നത് പറഞ്ഞാൽ പറ്റും. നിങ്ങൾ ഷാഫി മദ്ഹബിന് ഒരു ഉസൂലുൽ ഫിഖ് ഉണ്ട്. ഇതുപോലെ സലഫി മൻഹജ് എന്ന് നിങ്ങൾ പറയുന്ന മൻഹജ് ഒരു 5ാം മദ്ഹബാണെങ്കിൽ ആ മദ്ഹബിന്റെ ഉസൂൽ എന്താണ്? അതിന് ഞങ്ങൾ ഏതു ഗ്രന്ഥം അവലംബിക്കണം? ഫത്വക്കല്ല അവർ മൻഹജു സലഫ് എന്ന് പറയുന്നത്. ആ ഫത്വക്ക് പറയുന്ന ഉസൂലിനെയാണ് ഇവര്. നിങ്ങൾ പറയുന്നു സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. ആ മൻഹജിന്റെ ഉസൂലായിട്ട് ഏത് ഗ്രന്ഥമാണ് ഞങ്ങൾ അവലംബിക്കേണ്ടത് ചോദിച്ചാൽ അത് കിട്ടുമെങ്കിൽ കിട്ടും എന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ മതിയാവും. ഓക്കെ, ഉസൂൽ ഫിഖിന്റെ ഗ്രന്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഉണ്ടായാലേ ദീനുൽ ഇസ്ലാമിൽ ഒരു മൻഹജാകാൻ പാടുള്ളൂ എന്നതൊരു പ്രമാണമല്ല. അപ്പോൾ ഈ വിഷയത്തിൽ അതിനെ ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മദ്ഹബിന്റെ ചർച്ചയാണ്. ഈ വിഷയത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഉസൂല് വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മൻഹജ് ഇവിടുത്തെ വഹാബിസത്തിന്റെ മൻഹജാകുന്നു. അത് പിഴച്ച മൻഹജാണ്, ഇജ്മാഇന് വിരുദ്ധമാണ്. ശരി, നാം നിശ്ചയിച്ച സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒറ്റ ചോദ്യം, വെറും 5 മിനിറ്റ് കൊണ്ട് തീരത്തക്ക ഒരു ചോദ്യം കൂടെ അദ്ദേഹത്തിന് അനുവദിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഒരൊറ്റ മദ്ഹബിനെയും അംഗീകരിക്കുന്നില്ല എന്നാണ് ഈ വിഷയാദ അവതരണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അത് മുജാഹിദ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഏതൊരു താങ്കൾക്ക് ചോദ്യം ചോദിക്കാനാണ് അവസരം നൽകിയത്, അത് ഉപയോഗപ്പെടുത്തുക. ചോദ്യം ഹലോ, ആമുഖമില്ലാതെ നിങ്ങളുടെ ചോദ്യ പ്രശ്നം എന്താണെങ്കിൽ അത് മാത്രം പറയാം. അതിന് സമയം അന്ധമായ തഖ്ലീദ് ഇല്ല എന്ന് മാത്രമേ മുജാഹിദ് പറയുന്നു. അന്ധമായ തഖ്ലീദ് നിങ്ങൾ ചെയ്യുന്നു, അന്ധമായ തഖ്ലീദ് ചെയ്യുന്നില്ല. ഏതൊരു ഇമാമിനെ ആയാലും അത് ഹദീസ് സഹീഹാണെങ്കിൽ അതിനെ പിൻപറ്റുക. ഷാഫി ഇമാം പറഞ്ഞത് ഖുർആനിലും ഹദീസിലും അടുത്ത് പറഞ്ഞ താങ്കളുടെ ചോദ്യത്തിന്റെ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള അവസരമൊക്കെ ദുരുപയോഗപ്പെടുത്തരുത്. കർശനമായി നിയന്ത്രിക്കും. നിങ്ങൾ ചോദിക്കാറുള്ള പോയിന്റ് മാത്രം പറയുക. നിങ്ങൾ പ്രസംഗിച്ചിട്ട് ഈ ചെലവിൽ പ്രസംഗിക്കേണ്ട, അത് പറ്റില്ല. അതൊക്കെ സാധാരണ നിങ്ങൾ ശരിക്കും ഒന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യം. അന്ധമായ തഖ്ലീദ് ചെയ്യണമെന്ന് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥത്തിൽ തെളിയിക്കുക. അന്ധമായ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ പൊട്ടൻ തഖ്ലീദ് എന്ന അർത്ഥം. അങ്ങനെ തഖ്ലീദ് ഇവിടെ ഇല്ല. ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാരെ പിൻപറ്റുന്നതാണ് ഇവിടുത്തെ തഖ്ലീദ്.